ഏതൊരു സെയിൽസ് പ്രൊഫഷൻസും വിജയിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോഴാണല്ലോ. ഞാൻ മനസ്സിലാക്കേണ്ടത് സെയിൽസ് പ്രൊഫഷൻസുകളിൽ 4% ആളുകൾ മാത്രമാണ് വിജയിക്കുന്നത്. ഈ വിജയിക്കുന്ന 4% ആളുകൾ നമ്മളും എത്തിപ്പെടണമെങ്കിൽ അവർ പിന്തുടരുന്ന രീതികൾ നമ്മളും പിന്തുടരുക എന്നുള്ളതാണ്. ഏതൊരു സെയിൽസിലും നമ്മളൊരു പ്രൊഡക്റ്റ് വേണമെന്ന് കസ്റ്റമറോട് ചോദിക്കും. കസ്റ്റമർ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും കൂടി നമ്മൾ ഫോളോ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറാ, കസ്റ്റമർ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നമ്മളവിടെ എസ്കേപ്പ് ആവാറാണ് പതിവ്. എന്നാൽ സക്സസ് ആയ 4% ആളുകൾ പഠിക്കുമ്പോൾ അവർ ആ കസ്റ്റമേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇനി ഒരു 5 തവണയെങ്കിലും അവരെന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റുമായി അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരുടെ പ്രോബ്ലം എവിടെയാണെങ്കിൽ അതിനൊരു സൊല്യൂഷനാക്കി ഈ പ്രൊഡക്റ്റിനെ കാണിക്കാൻ അവർ പരമാവധി ട്രൈ ചെയ്യും. അങ്ങനെയാണ് അവർക്ക് വരുന്ന വലിയൊരു വിഭാഗം ഫോളോവേഴ്സ് അല്ലെങ്കിൽ വലിയൊരു വിഭാഗം എൻക്വയറീസിനെ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതാണ്. ഒരിക്കലും ഒരു തവണ റിജക്ഷൻ കിട്ടിയെന്ന് കരുതി ആ ഒരു എൻക്വയറി വിട്ട് കളയലല്ല. എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഫോളോ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിലൂടെ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റിൽ അതിനേക്കാൾ ബെറ്റർ നമ്മളാണെന്ന് കാണിക്കാൻ സെയിൽസിൽ നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് മിസ്സാവുന്നില്ല. ഇത് തന്നെയാണ് 4% വിജയിച്ച സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നത്. നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്.